ഇന്നേ തലേ ദിവസം ലഞ്ചിനുണ്ടാക്കിയ ഒരു കറികളുടെ റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് ചിക്കൻ കറിയും പിന്നെ ഒരു പച്ചക്കറിയാണ് തയ്യാറാക്കിയത്. അപ്പോൾ ഇത് പെട്ടെന്ന് കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചിക്കൻ കറിയും പിന്നെ കുറച്ച് ചീര, ചക്കക്കുരു, പരിപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ചെറുതായിട്ടൊരു കുറുക്കത്തിൽ ഉണ്ടാക്കിയ കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചപ്പാത്തിക്കൊക്കെ സൂപ്പറായിരിക്കും. ഒരുപാട് അങ്ങോട്ട് നീളത്തിൽ ചാറുമല്ല എന്നാൽ അത്ര കട്ടിയിലുമല്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ കറി തയ്യാറാക്കാനായിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തേക്കണം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കളറ് മതി, എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിയുടെ അളവ് കൂട്ടാം കേട്ടോ. 3 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം തന്നെ എരിവുള്ള മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു എരിവ് ഇത്തിരി കുറവുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പിന്നീട് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും 4 ടേബിൾ സ്പൂണോളം തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലിയ കയ്യിലായതുകൊണ്ടാണ് 2 ഒഴിച്ചത്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. അത് രാവിലെ വാങ്ങിയത് കൊണ്ടാണ് ഞാൻ ഇത്തിരി തൈരും കൂടി ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. കാരണം തലേദിവസം വാങ്ങി ഫ്രീസറിലൊക്കെ വെക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ടാവും. ഇതിപ്പോൾ അപ്പം തന്നെ വാങ്ങി അപ്പം തന്നെ വെക്കണത് കൊണ്ട് കുറച്ച് നേരം തൈരും കൂടി ചേർത്ത് പുരട്ടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ മീറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അതവിടെ തയ്യാറാക്കി വെച്ചിട്ട് ഞാൻ പോയി സവാളയൊക്കെ അരിഞ്ഞെടുത്ത് അതിന് ശേഷം ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 3 സവാളയാണ് ഇട്ട് കൊടുത്തത്. കൂടുതൽ സവാള വേണമെങ്കിൽ ചേർക്കാം. ഞാനപ്പോൾ അത്ര ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഒരു മീഡിയം സൈസ് 3 സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ ചിക്കൻ ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും മസാലയ്ക്ക് ആവശ്യമുള്ള ഇതാണ് ഇട്ട് കൊടുത്തത്. സവാള ഇട്ട് കൊടുത്ത് അതവിടെ ഒന്ന് വാടണ നേരം കൊണ്ട് പോയി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നാക്കി ചതച്ച് കൊണ്ടുവന്ന് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇടാം. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണം അത്രയും നേരം. അതായത് ഒന്ന് വാടി കിട്ടിയാൽ മതി. നമ്മൾ കുക്കറിലല്ലേ തയ്യാറാക്കണത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മസാലകളെല്ലാം ചേർത്ത് പുരട്ടി വെച്ചേക്കണം ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 3-4 പീസ് ഞാനെടുത്ത് മാറ്റി വെച്ചായിരുന്നു കേട്ടോ. കാരണം പിന്നീട് എപ്പോഴെങ്കിലും നമുക്കൊന്ന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതെടുക്കാമെന്ന് ഓർത്തിട്ട്. പിന്നെ അതിലേക്ക് ഒരു തക്കാളി ഇതുപോലെ വലിയ വലിയ പീസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണ്ട്. 1-2 തക്കാളി ചേർക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം ചേർത്തു എന്നുള്ളൂ. കാരണം തൈരിന് പുളി ഉണ്ടായിരുന്നു. പുളി ഇല്ലാത്ത തൈരൊക്കെ ആണെങ്കിൽ 2 തക്കാളി ചേർക്കാം. അപ്പോൾ ഗ്രേവി കുറച്ചും കൂടി നല്ല തിക്കായിട്ട് കിട്ടും. ഇനി അതെല്ലാം കൂടി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക. തക്കാളിയും സവാളയും ഈ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കനും എല്ലാം കൂടി ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ അടയ്ക്കുക. 2 വിസിലാണ് ഞാൻ എൻ്റെ കുക്കറിൽ കൊടുത്തത്. കറക്റ്റ് വേവായിരുന്നു. അതിനുശേഷം ഒന്ന് വെള്ളം പറ്റിച്ചെടുത്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടോ. അവരവരുടെ കുക്കറിനനുസരിച്ച് വേവിന് വ്യത്യാസം വരും. എൻ്റെ പഴയ കുക്കറിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ തന്നെ ചിക്കൻ നല്ല സ്മൂത്തായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇതിപ്പം 2 വിസിൽ കൊടുത്തെങ്കിലും കറക്റ്റായിട്ട് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ചില കുക്കറിൽ 1 വിസിൽ തന്നെ ധാരാളം ആയിരിക്കും. അപ്പോൾ അത് അവരവർക്കേ അറിയുള്ളൂ. ഇനി അതിൽ കുറച്ച് വെള്ളമുണ്ട്. സവാളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നല്ല പേസ്റ്റ് പോലെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ചിക്കൻ ആവശ്യത്തിന് മാത്രമേ വെന്തിട്ടുള്ളൂ. ഉപ്പും പുളിയൊക്കെ നോക്കുക. പോരായ്കയുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഈ സമയത്താണ് ഞാൻ ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തത്. അപ്പോൾ എരിവും ഒന്ന് ശ്രദ്ധിക്കുക. കളറ് പോരായിട്ടുണ്ടെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് കൂട്ടി ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം തുറന്നിട്ട് ഒന്ന് വെള്ളം വറ്റിക്കുക. കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല കിടിലൻ കറിയാണത് കണ്ടോ. വെള്ളമൊക്കെ വറ്റി നല്ല കുറുകുറാന്ന് നല്ല പരുവത്തിന് കിട്ടി. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാത്തിനും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഞാൻ ഉച്ചയ്ക്ക് ഇത് എടുത്തത് ചോറിൻ്റെ കൂടെയാണ്. ബാക്കി ഉണ്ടായിരുന്നത് വൈകുന്നേരം പുട്ടിൻ്റെ കൂടെ കഴിച്ചായിരുന്നു. എന്നിട്ട് ഇത്തിരി ബാക്കിയുണ്ടായത് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ വെള്ളയപ്പത്തിൻ്റെ കൂടെയാണ് കഴിച്ചത് കേട്ടോ. ഇനി നമുക്കൊരു ചീര തോരൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറുക്ക് കറി. അതിനായിട്ട് കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച്, അതായത് 1 സവാള നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വാട്ടാം. ഒരുപാട് വാടി പോവണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ ചീര, 1 കെട്ട് ചീരയിൽ നിന്ന് 4 ചീരയാണ് ഞാൻ ഇതിലേക്ക് എടുത്തത്. ആകെ ഒരു 10-15 എണ്ണം ഉണ്ടാവുമല്ലോ ഒരെണ്ണത്തിൻ്റെ അകത്ത്.
ചെറുതാക്കിയൊന്നും അത്ര ചെറുതൊന്നുമല്ല, കായം ബി അരിഞ്ഞെടുത്തേക്കാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് നേരം അടച്ചു വയ്ക്കുക. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് അങ്ങോട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ചീര നന്നായിട്ട് അമിങ്ങിയിരിപ്പുണ്ടാവും. അതിലേക്ക് ഞാൻ പരിപ്പും ചക്കക്കുരുവും കൂടി കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കണം. പരിപ്പ് ഇത്തിരി വെന്ത് പോയതുകൊണ്ട് പരിപ്പ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഒരിത്തിരി പരിപ്പ്, ആ വെന്ത പരിപ്പ് അതിൽ ബാക്കി ഉണ്ടായത് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ചക്കക്കുരും കൂടി ഇട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. പരിപ്പ് വെന്തായിരുന്നു. അത്രയും വേവണ്ടാന്നുണ്ടെങ്കിൽ അതിന് മുമ്പരയ്ക്കാലും മതി. ഇപ്പം നമ്മുടെ ചീരയൊക്കെ കണ്ട എല്ലാം നല്ല ചുങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ഞാൻ ഇട്ടിട്ടില്ലല്ലോ. എരിവുള്ള മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഉപ്പ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടണില്ല, കാരണം പരിപ്പ് വേവിച്ചേക്കണതിനൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഉപ്പ് കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് അടച്ചു വയ്ക്കുക. സിമ്മിലിരുന്നൊന്നാവട്ടെ. ആ നേരം കൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കേണ്ടത്. കണ്ട സവാളയൊക്കെ നല്ല ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. അതിന് മുമ്പ് തന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കണം പരിപ്പ്. ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് ഇത്തിരി വെന്ത് പോയിരുന്നു. അപ്പം ഞാൻ കുറച്ച് പരിപ്പ് അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതും ഇട്ട് കൊടുക്കുക. പിന്നെ ആ കുക്കറിൽ തന്നെയുള്ള ചക്കക്കുരു വേവിച്ചത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇളക്കി യോജിപ്പിക്കുക. നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു കേട്ടോ. ഒന്ന് തയ്യാറാക്കി നോക്കട്ടെ ഇതുപോലെ. എപ്പോഴും ചിലപ്പോൾ ഒത്തൊന്നും വരില്ല. ചിലപ്പോൾ പരിപ്പ് വെന്ത് പോവും, ചിലപ്പോൾ പരിപ്പിന് വേവ് കുറവായിരിക്കും. ഇതിപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ചോറിനാണ് ഇത് കഴിച്ചത്. പിന്നെ വൈകുന്നേരം ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ പുട്ടിൻ്റെ കൂടെയാണ് കഴിച്ചതെന്ന്. നല്ല കുഴച്ച് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇപ്പം ചക്കക്കുരും ചക്കയൊക്കെ കിട്ടുന്ന സീസണാണല്ലോ ഇവിടെ. പിന്നെ ചക്കക്കുരു ഒന്നും കളയില്ല. അപ്പം തന്നെ കഴുകി ഒന്ന് ഉണക്കിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. ആവശ്യത്തിന് കുറേശ്ശെ നന്നാക്കി എടുക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ കൂർക്ക നന്നാക്കണ പോലെയാണ് ചക്കക്കുരു നന്നാക്കണേ. അതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിട്ടും തോന്നണില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്തായാലും വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.